ഹാബിലെ അപ്പൊ നമ്മൾ ഈ ഡെയിലി വ്ളോഗ്സ് അതുപോലെ തന്നെ ഫുഡ് വ്ളോഗ്സ് ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ അറിയാലോ, നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഏത് ഡേറ്റിൽ അതുപോലെ തന്നെ ഏത് സമയത്ത് എത്ര വീഡിയോസ് പോസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഒരു പ്ലാൻ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള 3 ടെക്നിക്സ് ഇല്ലേ? അത് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഹിബ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ, എപ്പം പോസ്റ്റ് ചെയ്യണം, എന്ന് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ആദ്യം ഇപ്പം അടുത്ത വീക്കിലേക്കുള്ള ഷൂട്ടിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീക്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്നൊക്കെയാണോ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ചെയ്യാം. ഒരു വീക്കിൽ എത്ര ദിവസം ഷൂട്ട് ചെയ്യണം എന്ന പ്ലാന്, അതിനോടൊപ്പം തന്നെ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സ്ക്രിപ്റ്റും ശരിയാക്കി വെക്കുക. ഷൂട്ടിൻ്റെ തൊട്ട് മുന്നേ സ്ക്രിപ്റ്റ് ശരിയാക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ? പക്ഷെ അത് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യും ഷൂട്ട് ചെയ്യാനുള്ള. അപ്പം ഒരാഴ്ച മുന്നേ തന്നെ ഒരാഴ്ചത്തേക്കുള്ള ഷൂട്ടിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും ശരിയാക്കി വെക്കുക. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡേറ്റുകളിലൊക്കെ കൃത്യമായി ഷൂട്ട് നടത്തണം. അതായത് ഇപ്പോൾ നമ്മളൊരു മൺഡേ ഒരു ഷൂട്ട് പറഞ്ഞ്, വെനസ്ഡേ ഒരു ഷൂട്ട് പറഞ്ഞ്, തേഴ്സ്ഡേ ഒരു ഷൂട്ട് പറഞ്ഞ്, സോ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഷൂട്ട് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതായത് ആ സ്കെഡ്യൂൾ നമ്മൾ എഴുതി വെച്ച ആ സ്കെഡ്യൂൾ പ്രോപ്പറായിട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. ആൻഡ് തേർഡ് വൺ, ഈ എടുത്തു വെച്ച ഷൂട്ട്സ് ഉണ്ടല്ലോ, ഈ കംപ്ലീറ്റ് ഔട്ടുകളും എഡിറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ പോകണമെന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. ഈ എഴുതി വെക്കുന്ന ദിവസങ്ങളിൽ കൃത്യമായി ഈ വീഡിയോസ് അപ്ലോഡ് ആയി പോകുന്നുണ്ടോ എന്നും നോക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി ഇത് അപ്ലോഡ് ആക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ആ ഒരു പേജ് നമുക്കൊന്ന് കയറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്തരം സിമ്പിൾ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.